നമസ്കാരം. പ്രവാസി ചാനൽ മലയാളി.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇൻസ്പയർ ദ നെക്സ്റ്റ് ജനറേഷൻ അമേരിക്കൻ മലയാളി ലോ എൻഫോഴ്സ്മെന്റ് സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടി ശ്രദ്ധേയമായി. സ്റ്റാറ്റൻ ഐലൻഡ് മലയാളി സീനിയേഴ്സിന്റെ ഓണാഘോഷം ഹൃദ്യമായി. കലാമണ്ഡലം രശ്മി ടീച്ചർക്ക് മഹിമ ന്യൂയോർക്കിന്റെ ആദരം. ന്യൂയോർക്കിൽ ക്രിക്കറ്റ് മാമാങ്കം ഓഗസ്റ്റ് 30 മുതൽ സെപ്റ്റംബർ 1 വരെ 12 ടീമുകൾ പങ്കെടുക്കും. ഫോമ ഫാമിലി കൺവെൻഷൻ കിക്ക് ഓഫിൽ $2.5 ലക്ഷം സമാഹരിച്ചെന്ന് ബേബി മണക്കുന്നേൽ. വാർത്തകൾ വിശദമായി. അമേരിക്കൻ മലയാളി ലോ എൻഫോഴ്സ്മെന്റ് യുണൈറ്റഡ് ന്യൂയോർക്കിൽ സംഘടിപ്പിച്ച ജനസമ്പർക്ക സാമൂഹ്യ സേവന പരിപാടിയായ ഇൻസ്പയർ ദ നെക്സ്റ്റ് ജനറേഷൻ ശ്രദ്ധേയമായി. നിയമനിർവഹണ മേഖലയിലെ ഉദ്യോഗസ്ഥരും സാമൂഹ്യ നേതാക്കളും യുവജനങ്ങളും ഒത്തുചേർന്നു. സേവന മേഖലയിലെ അറിവുകളും അനുഭവങ്ങളും അവർ പങ്കുവച്ചു. മലയാളി ലോ എൻഫോഴ്സ്മെന്റ് നേതൃത്വം നൽകിയ ഈ പരിപാടി കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന വേദി കൂടിയായി. ഡാനിയൽ സോളമൻ ദേശാഭിമാന സത്യപ്രതിജ്ഞ ചെയ്ത് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. വീരമൃത്യു വരിച്ച ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ഒരു നിമിഷം മൗനാഞ്ജലി നടത്തിയ ശേഷമാണ് പരിപാടികൾ ആരംഭിച്ചത്. ന്യൂയോർക്ക് സംസ്ഥാന ഗവർണർ കാത്തി ഹോക്കിളിന്റെ ഓഫീസിലെ ഏഷ്യൻ അമേരിക്കൻ ആൻഡ് പസഫിക് ഐലൻഡ് അഫയേഴ്സ് ഡയറക്ടർ സിബു നായർ മുഖ്യപ്രഭാഷണം നടത്തി. ലോ എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വം കമ്മ്യൂണിറ്റിയുമായി ചേർന്ന് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം എടുത്തുകാട്ടി. ഡെപ്യൂട്ടി ചീഫ് ഷിബു ഫിലിപ്പോസ്, മേരിലാൻഡ് ടക്കോമ പാർക്ക് ഡെപ്യൂട്ടി ചീഫ് ഇൻസ്പെക്ടർ ഷിബു മധു, ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ലിജു തോട്ടം, ക്യാപ്റ്റൻ പ്രതിമ ഭജൻദാസ് മാൾഡൊനോഡോ തുടങ്ങിയവർ വേദിയിൽ സംസാരിച്ചു. തുടർന്ന് പാനൽ ചർച്ചകൾ നടന്നു. ഓരോ പാനലിസ്റ്റും തന്റെ വ്യക്തിപരമായ യാത്രകളും ഔദ്യോഗിക സേവനത്തിൽ നേരിട്ട വെല്ലുവിളികളും പഠിച്ച അനുഭവങ്ങളും പങ്കുവച്ചു. പുതുതലമുറയെ നിയമനിർമ്മാണം നടപ്പാക്കുന്നതിനും പ്രചോദിപ്പിക്കുന്നതിനും അവർക്ക് നേതൃപാഠവും ഒരുക്കി മുഖ്യധാരയിലേക്ക് ആനയിക്കുന്നതിനും ഉതകുന്നതായിരുന്നു ഈ വേദി. അംലു പ്രസിഡന്റായ ലഫ്റ്റനന്റ് നിതിൻ അബ്രഹാം സംഘടനയുടെ ഭാവി പരിപാടികൾ പങ്കുവച്ചു. ലഫ്റ്റനന്റ് നോബിൾ വർഗീസ്, അംലു സെക്രട്ടറി, നടത്തിയ നന്ദി പ്രസംഗം ഹൃദയസ്പർശിയായി. ലിസ് ഫിലിപ്പോസ് പരിപാടിയുടെ MC-ആയി. ന്യൂസ് ഡെസ്ക് മലയാളി. വയോധികരെങ്കിലും മനസ്സിൽ യൗവനം തുടിക്കുന്ന സ്റ്റാറ്റൻ ഐലൻഡിലെ ഒരു കൂട്ടം മലയാളികളുടെ സംഘടനയായ സ്റ്റാറ്റൻ ഐലൻഡ് മലയാളി സീനിയേഴ്സിന്റെ ഈ വർഷത്തെ ഓണാഘോഷം വ്യാഴാഴ്ച ന്യൂയോർക്കിലെ ഹൈന്ദവ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ആഘോഷിച്ചു. ഈ ഓണാഘോഷത്തോടൊപ്പം വിൽ ആൻഡ് ട്രസ്റ്റിനെ പറ്റിയൊരു സെമിനാർ ക്രമീകരിച്ചത് ട്രഷറർ ജോസഫ് ജേക്കബ് ആയിരുന്നു. ഏഞ്ചല ആർ ജിയോമാരോ എന്ന നിയമസ്ഥാപനമാണ് അതിനുവേണ്ടി തിരഞ്ഞെടുത്തത്. സെമിനാർ വലിയ വിജയമായിരുന്നു. പല അംഗങ്ങളും ലോഫേമുമായി വീണ്ടും ബന്ധപ്പെടാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. സെമിനാറിനെ തുടർന്ന് വിഭവസമൃദ്ധമായ ഓണസദ്യ അംഗങ്ങൾ തന്നെ ഒരുക്കി. രാജു ജോസഫ് പ്രാലേലിൻ്റെ സംഗീത സദ്യ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. പദ്യപാരായണം, ഫലിതം മുതലായവ ആഘോഷത്തെ ഹൃദ്യമാക്കി. രാവിലെ ഏതാണ്ട് 11 മണിയോടുകൂടി ആരംഭിച്ച ആഘോഷങ്ങൾ ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ സമാപിച്ചു. സിംസ് അഥവാ സ്റ്റാറ്റൻ ഐലൻഡ് മലയാളി സീനിയേഴ്സ് എന്ന സംഘടന രൂപം കൊണ്ടത് 2023 ജൂലൈ 1-ാം തീയതിയാണ്. തോമസ് പാലാത്രയുടെ വസതിയിലായിരുന്നു അതിൻ്റെ തുടക്കം. ഏതാണ്ട് 1 മാസത്തിനു ശേഷം മാത്യു ഇടിക്കുളയുടെ വീട്ടിൽ വെച്ച് വിജയകരമായ 2ാമത്തെ കൂട്ടായ്മ നടന്നു. 2023 ഓണാഘോഷം വീണ്ടും തോമസിന്റെ വീട്ടിൽ വെച്ച് നടന്നു. ഈ മീറ്റിങ്ങുകളിലെല്ലാം സമൂഹത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകിയവരെ ആദരിക്കുകയുമുണ്ടായി. SS പ്രകാശിന്റെ വീട്ടിൽ വെച്ചായിരുന്നു അടുത്ത കൂട്ടായ്മ. ഈ അവസരങ്ങളിലെല്ലാം പഴയ ഓർമ്മകൾ അയവിറക്കുകയും കൂട്ടുകെട്ടുകൾ പുതുക്കുകയും പുതിയ സൗഹൃദങ്ങൾ സംജാതമാവുകയും ചെയ്തു. ഡോക്ടർ രാമചന്ദ്രൻ നായരുടെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഓമന രാമചന്ദ്രൻ നായരുടെയും സഹായത്താലാണ് സിംസിനൊരു വേദി കണ്ടെത്താൻ സാധ്യമായത്. അവരുടെ പരിശ്രമത്താലാണ് ഹൈന്ദവ ക്ഷേത്രത്തിൻ്റെ ഓഡിറ്റോറിയം തരപ്പെടുന്നത്. സംഘടനയ്ക്കൊരു ഭരണഘടന ഉണ്ടാക്കുന്നതിനും രജിസ്ട്രേഷൻ ചെയ്യുന്നതിനും IRS സർട്ടിഫിക്കേഷൻ കിട്ടുന്നതിനും വേണ്ടി തോമസ് പാലാത്ര ചെയ്ത സേവനങ്ങൾ ശ്ലാഘനീയം തന്നെ. നീണ്ട ഇടവേളയ്ക്ക് ശേഷം 2024 ഓഗസ്റ്റ് 3-നാണ് അടുത്ത സൗഹൃദ സംഗമം. സിംസിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം അന്ന് ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണിയും ഫോമ പ്രസിഡന്റ് ജേക്കബ് തോമസിന്റെയും സാന്നിധ്യത്തിൽ നടന്നു. ചരിത്രത്തിൽ ആദ്യമായി ഫൊക്കാനയുടെയും ഫോമയുടെയും സാരഥികളെ ഒരേ വേദിയിൽ ഒരുമിച്ച് നയിച്ച് ഉദ്ഘാടനം നടത്താൻ പറ്റിയെന്നുള്ളത് ചില്ലറ കാര്യമല്ല. സംഘടനയുടെ പ്രസിഡന്റായി തോമസ് പാലത്ര ഏകകണ്ഠമായി തിരഞ്ഞെടുക്കപ്പെട്ടു. മാത്യു ഇടിക്കുള വൈസ് പ്രസിഡന്റായും ചാക്കോ കുരുവിള സെക്രട്ടറിയായും SS പ്രകാശ് ജോയിന്റ് സെക്രട്ടറിയായും ജോസഫ് ജേക്കബ് ട്രഷററായും
മോഹൻ വർഗീസ് ജോയിന്റ് ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു. കമ്മിറ്റി മെമ്പേഴ്സായി ബിനോയ് ചെത്തിക്കോട്, ബാബു കവിയൂർ, ഉമ്മൻ എബ്രഹാം, പ്രസന്ന ബാബു, ലീല മാത്യു എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. സംഘടനയ്ക്ക് ഒരു ഓവർസീയിങ് ബോഡിയുടെ ആവശ്യകതയെ അടിസ്ഥാനമാക്കി ഒരു അഡ്വൈസറി ബോർഡ് കൂടി പ്രാബല്യത്തിൽ വന്നു. ഡോക്ടർ രാമചന്ദ്രൻ നായർ അതിന്റെ ചെയർമാനും കോശി ജോർജ് സെക്രട്ടറിയും, ഫ്രെഡ് എഡ്വേർഡ്, ഡോക്ടർ ജോൺ എബ്രഹാം, സദാശിവൻ നായർ എന്നിവർ ബോർഡ് മെമ്പേഴ്സായും തിരഞ്ഞെടുക്കപ്പെട്ടു. സംഘടനയുടെ ഓഡിറ്ററായി വർഗീസ് നിയോഗിക്കപ്പെട്ടു. തുടർന്നുള്ള മീറ്റിംഗ് 2025 ഫെബ്രുവരിയിലായിരുന്നു. അന്ന് മാത്യൂസ് ഫ്യൂണറൽ ഹോമിൽ നിന്നുള്ള പ്രതിനിധികൾ നാം ഈ ലോകത്തോട് വിട പറയുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നതിനെ പറ്റിയുള്ളൊരു സംവാദവും നടത്തി. സ്റ്റാറ്റൻ ഐലൻഡിന്റെ അനുഗ്രഹീത ഗായകൻ ബാബു നരിക്കുളത്തിന്റെ ഗാനങ്ങൾ ആർദ്രവും ഹൃദ്യവുമായി. അംഗങ്ങൾ തന്നെ തയ്യാറാക്കിയ വിഭവസമൃദ്ധമായ സദ്യ സ്വാദിഷ്ടമായി. തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് ഈ അസോസിയേഷനിൽ ഏതാണ്ട് 62 രജിസ്റ്റേർഡ് മെമ്പേഴ്സോളം ഉണ്ടെന്നുള്ളത് അഭിമാനകരമായൊരു യാഥാർത്ഥ്യമാണ്. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. 2023 നങ്ങ്യാർ കൂത്തിനുള്ള കേരള സംസ്ഥാന ക്ഷേത്രകലാ പുരസ്കാരം നേടിയ പ്രശസ്ത നർത്തകി കലാമണ്ഡലം രശ്മി ടീച്ചറെ ന്യൂയോർക്കിലെ മലയാളി ഹിന്ദു മണ്ഡലം മഹിമ ആദരിച്ചു. മഹിമ വൈസ് പ്രസിഡന്റ് ശ്രീ ശബരിനാഥ് നായരാണ് കലാമണ്ഡലത്തിൽ വെച്ച് രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാറിന്റെ സാന്നിധ്യത്തിൽ രശ്മി ടീച്ചറെ പൊന്നാട അണിയിച്ചുകൊണ്ട് ന്യൂയോർക്കിലെ മലയാളി ഹിന്ദു മണ്ഡലം അംഗങ്ങളുടെ സ്നേഹാദരവ് അറിയിച്ചത്. മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്ഷേത്രകലകളായ കൂത്തിനും കൂടിയാട്ടത്തിനുമൊക്കെ വേണ്ടി ജീവിതം തന്നെ സമർപ്പിച്ച ശ്രേഷ്ഠ കലാകാരിയാണ് രശ്മി. അത്തരം പൗരാണിക കലയുടെ പുനരുദ്ധാരണമാണ് രശ്മി ടീച്ചറുടെ ജീവിതവൃത്തം. നിരവധി രാജ്യാന്തര അന്താരാഷ്ട്ര വേദികളിൽ തന്റെ കലാമികവ് വിളിച്ചറിയിച്ച കലാമണ്ഡലം രശ്മി ടീച്ചറിന്റെ ചൈനീസ് നാടോടി കഥ ആസ്പദമായി ചെയ്ത വൈറ്റ് സ്നേക്ക് എന്ന കൂത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറെ പ്രശംസ പിടിച്ചുപറ്റിയ ഇനമാണ്. 2025 ഓണത്തിന് ഓണാഘോഷങ്ങളുടെ ഭാഗമായി മഹിമ അവതരിപ്പിക്കുന്ന മെഗാ തിരുവാതിരയുടെയും ശില്പി രശ്മി ടീച്ചർ തന്നെയാണ്. ഇന്ത്യയിലും വിദേശത്തുമായി അനേകം ശിഷ്യസമ്പത്തുള്ള രശ്മി ടീച്ചർ മഹിമ നൽകുന്ന ഈ ആദരവിൽ ഏറെ സന്തോഷം അറിയിച്ചു. ഈ എളിമയാർന്ന കലാസബരിയുടെ മുന്നോട്ടുള്ള യാത്രയിൽ രശ്മി ടീച്ചർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു എന്ന് മഹിമ പ്രസിഡന്റ് ശ്രീ പുരുഷോത്തമ പണിക്കരും സെക്രട്ടറി ശ്രീ വിനോദ് കെയും അറിയിച്ചു. ഇത്തരം യഥാർത്ഥ കലാ ഉപാസനകൾക്ക് വേണ്ടി എല്ലാ പ്രോത്സാഹനവും നൽകി അവർക്ക് വളരാൻ ഏറെ വളക്കൂറുള്ള മണ്ണായി ഇനിയും കലാമണ്ഡലം തുടരുമെന്നും സംഭാഷണമധ്യേ കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ വ്യക്തമാക്കി. അടുത്തുതന്നെ ലോകത്തിലെ വിവിധ വേദികളിൽ തനത് കേരളീയ കലകളുടെ പ്രകടനങ്ങളുമായി കലാമണ്ഡലത്തിലെ കലാകാരന്മാർ എത്തുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. മിലേനിയം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 30, 31, സെപ്റ്റംബർ 1 തീയതികളിൽ ക്യൂൻസിലെ പ്രശസ്തമായ കണ്ണിംഗാം പാർക്കിൽ വിവിധ സ്റ്റേറ്റുകളിൽ നിന്നുള്ള 12 ടീമുകൾ പങ്കെടുക്കുന്ന ക്രിക്കറ്റ് മാമാങ്കം അരങ്ങേറും. കളി കാണുവാനും കളിക്കാരെ നേരിട്ട് പരിചയപ്പെടുവാനും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യക്കാർ മാത്രമല്ല മറ്റ് പല രാജ്യക്കാരും ഈ മത്സരം കാണുവാൻ എത്തിച്ചേരുമെന്നതിനാൽ ക്രിക്കറ്റ് മൈതാനം ദ്രുതഗതിയിൽ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂയോർക്കിൽ 16 വർഷം മുൻപ് തുടങ്ങിവെച്ച ക്രിക്കറ്റ് ക്ലബ് പ്രത്യേക കമ്മിറ്റികൾ രൂപീകരിച്ച് കാണികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാണികൾക്ക് സമ്മാനങ്ങൾ ലഭിക്കുന്നതിന് $10 നിരക്കിൽ റാഫിൾ ടിക്കറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് അഖിൽ നായർ, ജസ്റ്റിൻ ജോസഫ് എന്നിവരുമായി ബന്ധപ്പെടുക. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഫോമ ന്യൂയോർക്ക് മെട്രോ റീജിയൻ ആതിഥേയത്വം വഹിച്ച 2026 ഫാമിലി കൺവെൻഷൻ കിക്ക് ഓഫിൽ സ്പോൺസർഷിപ്പും റെഗുലർ രജിസ്ട്രേഷനുമായി $2.5 ലക്ഷം സമാഹരിച്ചുവെന്ന് പ്രസിഡന്റ് ബേബി മണക്കുന്നേൽ അറിയിച്ചു. ഹ്യൂസ്റ്റണിലെ വിഖ്യാതമായ NRG സ്റ്റേഡിയത്തിന് തൊട്ടെതിർവശത്തുള്ള ആഡംബര ഹോട്ടൽ സമുച്ചയമായ വിൻഡം ഹ്യൂസ്റ്റൺ ഹോട്ടലിൽ 2026 ജൂലൈ 30, 31, ആഗസ്റ്റ് 1, 2 വ്യാഴം, വെള്ളി, ശനി, ഞായർ തീയതികളിൽ സംഘടനയുടെ ജന്മനാട്ടിൽ അരങ്ങേറുന്ന കൺവെൻഷൻ അവിസ്മരണീയമാക്കാനുള്ള പ്രവർത്തനങ്ങളുമായി എല്ലാവരും സജീവമായിരിക്കുന്നുവെന്നും ഫാമിലി കൺവെൻഷന്റെ വിജയത്തിനായി വിവിധ റീജിയനുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിപുലമായ കമ്മിറ്റികൾ ഉടൻ തന്നെ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എൽമോണ്ടിലെ സെന്റ് വിൻസെന്റ് ഡി പോൾ ഓഡിറ്റോറിയത്തിൽ നടന്ന കിക്ക് ഓഫ് കടുത്തുരുത്തി MLAയും മുൻ മന്ത്രിയുമായ മോൻസ് ജോസഫാണ് നിർവഹിച്ചത്. രജിസ്ട്രേഷന്റെ വെബ്സൈറ്റും മോൻസ് ജോസഫ് സ്വിച്ച് ഓൺ ചെയ്തു. ഫോമയുടെ പരിപാടിയിൽ പങ്കെടുക്കുക എന്നത് എക്കാലവും സന്തോഷകരമായ അനുഭവമാണ്. ഫോമ നേതാക്കളുമായെല്ലാം മികച്ച ബന്ധമാണ് താൻ തുടരുന്നത്. ഏറ്റവും ശ്രദ്ധേയമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമായി ഫോമ വളർന്ന് മുന്നോട്ടു പോകുന്നു എന്നത് ആരും അംഗീകരിക്കുന്ന ഒരു സത്യമാണ്. കഠിനാധ്വാനം കൊണ്ടും സഹകരണം കൊണ്ടും ഒന്നിച്ചു പോകാൻ കഴിയുന്നതുകൊണ്ടാണ് ഇത് സാധിക്കുന്നത്, മോൻസ് ജോസഫ് പറഞ്ഞു.
പാലായുടെ MLA മാണി സി കാപ്പൻ മുഖ്യപ്രഭാഷണം നടത്തിയ സമ്മേളനത്തിൽ വിവിധ സ്പോൺസർമാർ രജിസ്ട്രേഷൻ ഫോറം പ്രസിഡന്റിനെ ഏൽപ്പിക്കുകയും ചെയ്തു. നിലവിലുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ കാലാവധി കഴിയുന്നതിന് മുൻപ് ഫോമ അംഗസംഘടനകളുടെ എണ്ണം 100-ന് മുകളിലേക്ക് പോകുമെന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനം സഫലമായിക്കൊണ്ടിരിക്കുകയാണെന്ന് സെക്രട്ടറി ബൈജു വർഗീസ് പറഞ്ഞു. ഫോമ കൺവെൻഷനിൽ ഏവർക്കും പങ്കെടുക്കാൻ അവസരമൊരുക്കുന്ന നിരക്കാണ് നിശ്ചയിച്ചിട്ടുള്ളതെന്ന് ട്രഷറർ സിജിൽ പാലക്കലോടി വ്യക്തമാക്കി. ഡബിൾ ഒക്യുപ്പൻസി $1250, സിംഗിൾ ഒക്യുപ്പൻസി $750, ഫുഡ് അക്കോമഡേഷൻ എല്ലാം ചേർത്തുകൊണ്ടാണ് തുക നിശ്ചയിച്ചിരിക്കുന്നത്. മെഗാ സ്പോൺസർഷിപ്പ് $25,000 ആണ്. $15,000 ഗോൾഡൻ സ്പോൺസർഷിപ്പ്. പ്ലാറ്റിനം സ്പോൺസർ $10,000 ആണ്. സ്പോൺസർഷിപ്പിന് കൂടുതൽ പേര് മുന്നോട്ട് വരുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ ഫോമയുടെ മുൻ പ്രസിഡന്റുമാരായ ശശിധരൻ നായർ, ബേബി ഊരാളിൽ, ഡോക്ടർ ജേക്കബ് തോമസ് എന്നിവരെ മോൻസ് ജോസഫ് പൊന്നാടണിയിച്ച് ആദരിച്ചു. ഫോമ കായിക രംഗത്തും പ്രോത്സാഹനം കൊടുക്കുന്നു എന്നതിന്റെ തെളിവാണ് ന്യൂയോർക്ക് മെട്രോ റീജിയന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ NK ലൂക്കോസ് മെമ്മോറിയൽ വോളിബോൾ ടൂർണമെന്റ്. അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നുമായി 24 ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിലെ വിജയികൾക്ക് ഫോമ കൺവെൻഷൻ രജിസ്ട്രേഷൻ കിക്ക് ഓഫിൽ വെച്ചാണ് ട്രോഫിയും സമ്മാനങ്ങളും വിതരണം ചെയ്തത്. ആവേശകരമായ കിക്ക് ഓഫ് ചടങ്ങിൽ ഫോമ നാഷണൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, റീജിയണൽ വൈസ് പ്രസിഡന്റുമാർ, നാഷണൽ കമ്മിറ്റി അംഗങ്ങൾ, വിമൻസ് ഫോറം പ്രതിനിധികൾ, യൂത്ത് ഫോറം ഭാരവാഹികൾ, എക്സ് ഒഫീഷ്യോ തുടങ്ങിയവർ പങ്കെടുത്തു. ജുഡീഷ്യൽ കൗൺസിൽ, അഡ്വൈസറി ബോർഡ്, കംപ്ലയൻസ് കൗൺസിൽ ഭാരവാഹികൾ, വിവിധ സബ് കമ്മിറ്റി അംഗങ്ങൾ, അംഗസംഘടനകളുടെ പ്രതിനിധികൾ, റീജിയണൽ കമ്മിറ്റി മെമ്പേഴ്സ്, വിവിധ സാമൂഹിക സാംസ്കാരിക സാമുദായിക വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. ഫാമിലി കൺവെൻഷന് മുന്നോടിയായി ഫോമയുടെ കേരള കൺവെൻഷന്റെ ഒരുക്കങ്ങൾ നടന്നുവരികയാണ്. 2026 ജനുവരി 9 ഫോമ കേരള കൺവെൻഷന് തിരിതെളിയും. 2ാം ദിവസമായ ജനുവരി 10 ശനിയാഴ്ച വേമ്പനാട്ട് കായലിലൂടെയുള്ള ആവേശകരമായ ബോട്ട് ക്രൂസാണ്. 11 എറണാകുളം ഗോകുലം പാർക്കിൽ വെച്ച് ബിസിനസ് മീറ്റ് നടത്തും. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഇതോടെ പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.